ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് അനിമൽ പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നെന്മാറയാണ് കേട്ടോ. നെന്മാറ സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മൾ വരണം. നമ്മുടെ NSS കോളേജ് നേതാജി കോളേജിൽ അതിൻ്റെ ഒരു ഷോർട്ട് കട്ടിലൂടെ വരണം കേട്ടോ. അവിടെ ആദ്യമായിട്ടാണ് നെന്മാറ പെറ്റ്സ് പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇത് കാണാം. ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. അതാണ് സംഭവം. നെന്മാറ പെറ്റ്സ് പാർക്ക്. അത് പക്ഷേ അവൻ ബാത്റൂം പോയിരിക്കണം. അപ്പോൾ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ. ഇവിടെ കുറേ നമുക്ക് കഴിക്കാനും എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പോയി നോക്കാം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. എന്തോ ഒരു കുരങ്ങല്ലേ, മനുഷ്യക്കുരങ്ങ്. കിളികള്. ഇതിന്റെ പേരെന്താണ്? ഡു നോട്ട് ടച്ച്. ഇതാണ് ബംഗാൾ ക്യാറ്റ്. ഇവിടെ കുറേ പിള്ളേരെ കളിക്കാം. കുട്ടികൾക്കുള്ള പാർക്കാണ്. പിന്നെ ഉണ്ടത് വലിയൊരു സാധനം. ഇതിൻ്റെ അടുത്ത് വയ്ക്കാനെ കഴുത്ത് കുത്തി അതാ പൈപ്പിനെയൊക്കെ കുത്തുന്നു. ഇതാ ഒട്ടക പക്ഷി. തൻസർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കടിക്കുക തൻസറേ. എന്താ രണ്ടാളും മുഖത്തോട് നോക്കി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടാ. എനിക്ക് പേടിയാണ് അപ്പുറത്ത് കിടക്കെ. കോഴി. ഇതൊന്നും വലിയ കാണാൻ നമ്മുടെ നാട്ടിൽ കാണുന്ന തന്നെയാണ്. കൊത്തണ കോഴിയാണ് തോന്നുന്നു. അത് തല ഇതിലിടും കേട്ടാ തനിച്ചറ. റിനു ഇമുവാ പേര് കണ്ടു. അറിയില്ല, കണ്ടു കഴിഞ്ഞാ എനിക്കറിയില്ല. ഓ ഇവിടെ ഇതുണ്ടേ. അതല്ല എനിക്ക് പേടിയാണ് അതിനെ. ബാ ഇതാ നാക്കങ്ങോട്ട് തുപ്പിയാ പോയി തൻസറേ. ഇത് മാട്. ഇതൊക്കെ നമ്മള് കാണുന്നുണ്ട്. ഇതെന്താണ്? കുതിരയാ? കുതിര അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. തൻസർ സൂപ്പറായി നടക്കുന്നുണ്ട്. അവനൊരു പേടിയുമില്ല. എനിക്ക് പക്ഷെ നല്ല പേടിയാണ്. ധൈര്യപൂർവ്വം നടക്കുകയാണ് വാന്ന് പറഞ്ഞിട്ട്. ഇത് കുട്ടിയാമയാണ്. ഇതാ കുട്ടിയാമ. അത് അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയൊക്കെയോ തരം പക്ഷികളുണ്ട്. കണ്ടില്ലേ? ഇതാണ് സിൽവർ പീസന്റ് തന്നെയല്ലേ പറയാ? എനിക്കറിയില്ല. ഇതുണ്ട്. പിന്നെന്താണ് ഇതിന്റെ പേര് എഴുതിയിട്ടില്ല അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. എലി. ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണതാ ഇതുകള്. ഇതിന്റെ പേരെന്താണ്? നമ്മുടെ ഈ പണ്ടത്തെ നോട്ട്സിന്റെ ഫ്രണ്ടിലൊക്കെ കാണില്ലേ, ആ സംഭവമാണ്. നമ്മുടെ ഇങ്ങനെ പക്ഷിന്റെ ഫോട്ടോ ഒക്കെ. അവനൊരു പേടിയില്ല. ഒന്നും അറിയില്ല. പാമ്പിന്റെ അടുത്തേക്ക് പോകണം കേട്ടാ. പിള്ളേരൊക്കെ ഇവിടെ നേരെ വിളിക്കും. പാമ്പൊന്നും ഞാൻ വെക്കില്ല. ഇതുണ്ടോ ഇവിടെ ഒരു ഏട്ടൻ പാമ്പ് തലി വെച്ചിരിക്കണു.
ചേച്ചി ഒന്ന് വെച്ചു കൊടുക്കുവോ? വേണ്ട, പാമ്പുകൾ തമ്മിൽ കൈമാറാണ്. നാക്ക് വെളിയിലുണ്ട് കേട്ടാ. നിക്ക് നിക്ക്. ഓന്തൊന്നും ഞാൻ എടുക്കില്ല ഗായ്സ്. ഓന്തൊക്കെതാ തൻസർ തന്നെ എല്ലാം എടുക്കണ്ടേ ഓന്ത്. ഞാനൊന്നും എടുക്കില്ല. അത് പടയണം. അത് ആള് അറിയാണ്ടാണ്. ഓന്തൊക്കെ എടുത്ത് കൈ പിടിച്ചു. ഓ ആ ചേച്ചിനെന്താ കുത്തുവോ? അവള് പേടിച്ചിട്ടാണ്. നിലത്തറല്ലേ നിലത്തറല്ലേട്ടാ. എന്തിനെ പേടിക്കണ്ട. ഇതാമ എന്നൊക്കെ ആൾക്കാരൊക്കെ കുറേ കുട്ടികളായിട്ടാണ് കേട്ടോ അതിൻ്റെ സ്കൂളിൽ നിന്നും ഒക്കെ ആയിട്ട് വന്നിരുന്നു. കാണാനുണ്ട്. ഞാൻ പേടിച്ചു. ഇതൊന്നും ചെയ്യില്ലാന്നോ? നമ്മളതിൻ്റെ ഉള്ളിൽ പോവാണ് കേട്ടോ. മാറ്. നോക്കിയോ കയ്യിലുള്ളത് കളയാനോ? അവിടെ അവിടെ കണ്ടു അവിടെ കണ്ടു. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിട്ടോ. ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതോടെ അടുത്ത് വരുമോ? ഇതൊന്നും വരണില്ലല്ലോ. ബാ 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 വരില്ല. ബാ ബാ ബാ. എനിക്ക് അവിടെ പേടിയാണ്. ബാ വരുന്നുണ്ടോ? അതാ വന്നു ഗായ്സ്. വന്നു. ഇതാ കഴിക്കുന്നുണ്ടോ? അപ്പൊ എടുത്തിട്ട് പോയത്. എന്റെ കഴിക്ക്. എന്റെ കഴിക്ക്. എന്റെ കഴിക്കാൻ പറ. എന്റെ കയ്യില് മാത്രം വരണില്ല. എന്റെ കയ്യില് മാത്രം വരുന്നില്ല ഗായ്സ്. എന്റെ കയ്യില് വന്നു ഗായ്സ്. എന്റെ കയ്യില് വന്നു. ഇതാവണ്ട. അതിങ്ങനെ ഇതാവും. എന്റെ അപ്പഴേ കടിച്ചു. പക്ഷെ എന്നെ അപ്പഴേ കടിച്ചത്. ഞാൻ കരഞ്ഞതേ. വീണ്ട നേരെ വരും. ഈ കോഴിനെയൊക്കെ കയ്യിലെടുക്കാട്ടാ. പെൻസിൽ എടുക്കാൻ പോണ്. പെൻസിലെ എടുക്കാൻ പോണ്. പെൻസിൽ എടുക്കാൻ പോണോ? അത് അതാണെന്ന് പറഞ്ഞ എനിക്ക് എന്റെ മോതിരത്തിലും കടിച്ചത്. ഇവിടെ എന്തുണ്ടാ?
എന്താ ഇവിടെ എന്ത് പാമ്പാന്ന് അറിയില്ല. കാണുന്നുണ്ട്, ഇതാ കിടക്കണം. പിന്നെ ഇത് വന്നിട്ട് ഇത് ഫുഡ് കൊടുക്കാൻ പോയി തോന്നുന്നു. ഇത് അവിടെ ഇല്ല, വെള്ളപ്പാമ്പ്. ഇത് മഞ്ഞളക്കൊത്തിയോ? ഇതാണ് മഞ്ഞളക്കൊത്തി ഗോയ്സ്. ഇതാ അതിന്റെ വലുത്. ഇതും എടുക്കാൻ പറ്റി തോന്നുന്നു അല്ലേ? അവിടെ ഫുള്ളെല്ലാം കണ്ടു കഴിഞ്ഞു. ഹെൽമെറ്റ് ഒന്ന് ഊരി വെക്കുവോ? എത്ര നേരമായി ഹെൽമെറ്റ് ഇട്ടിട്ട് നിൽക്കണം. മുട്ടയടിച്ചിരിക്കുകയാണ് ഗായ്സ്. സൂപ്പറായിട്ടുണ്ട്. ഞങ്ങള് ഞാൻ ഇല്ലാടുകയാണ്. അയ്യോ, നമ്മൾ പാർക്കിലൊക്കെ പോയി അങ്ങനെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. 300 രൂപയ്ക്കൊക്കെ എങ്ങനെ സൂപ്പറായി ഉണ്ടായിരുന്ന? 300 രൂപയ്ക്കൊന്നും അത്രയ്ക്കൊന്നും തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. ബൈ.